DCCകൾക്ക് കൂടുതൽ അധികാരം നൽകി പാർട്ടിയെ അടിത്തട്ടിൽ ശക്തിപ്പെടുത്തുന്ന പ്രഖ്യാപനവുമായി കോൺഗ്രസ് അഖിലേന്ത്യാ സമ്മേളനം. DCC അധ്യക്ഷന്മാരുടെ പ്രവർത്തനത്തിന് മാർഗരേഖ കൊണ്ടുവരുമെന്ന് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കി. ജില്ലാ കമ്മിറ്റികളെ പാർട്ടിയുടെ അടിത്തറയാക്കുമെന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ അടക്കം പ്രമേയം പാസാക്കി. പ്രമേയ ചർച്ചയിൽ ശശി തരൂർ അടക്കമുള്ള കേരള നേതാക്കൾ സംസാരിച്ചു. പ്രതികരണങ്ങൾ കേൾക്കാം. पूरी कोशिश की और जिला अध्यक्ष को अपनी नियुक्ति के 1 साल के अंदर बूथ कमेटी बनाना, मंडल कमेटी बनाना, ब्लॉक कमेटी और जिला कमेटी में बेहतरीन लोगों को जोड़ते हुए बनाना है. इसमें कोई पक्षपात नहीं होना चाहिए और संगठन निर्माण में जिला अध्यक्षों की भूमिका महत्वपूर्ण होने वाली है. इसलिए इनकी नियुक्ति स्ट्रिक्टली AICC गाइडलाइंस के अनुसार निष्पक्षपात होना है. जो लोग पार्टी के काम में हाथ नहीं बटाते उन्हें आराम करने की आवश्यकता है. जिम्मेवारी नहीं निभाते उन्हें रिटायर होना चाहिए. നമുക്കിപ്പം ചേരുന്നത് നോബൽ മാരിക്കാരനാണ് അഹമ്മദാബാദിൽ നിന്നും. നോബൽ മാരിക്കാരൻ, അഹമ്മദാബാദിൽ നടന്ന ACCയുടെ സമ്മേളനത്തിൽ പാർട്ടിയുടെ സമ്പൂർണമായ അഴിച്ചുപണിയാണോ ലക്ഷ്യമിടുന്നത്? കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായി പ്രതിരോധം തീർക്കുന്നതിനോടൊപ്പം പാർട്ടി അടിത്തട്ടിൽ നിന്ന് ശക്തിപ്പെടുത്താനാണോ ആലോചന? അരുൺ, DCCകൾക്ക് കൂടുതൽ അധികാരം നൽകി അടിത്തട്ടിൽ പാർട്ടി ശക്തിപ്പെടുത്താനുള്ള തീരുമാനമാണ് കോൺഗ്രസ് അഖിലേന്ത്യാ സമ്മേളനത്തിൽ ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. BJPക്കെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ ഇത് ഏറെ സഹായകരമാകും എന്ന വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർശന മാർഗനിർദ്ദേശങ്ങൾ പാർട്ടി പുറത്തിറക്കുകയും ചെയ്യും. പ്രധാനമായും ഇന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ വ്യക്തമാക്കിയത് അടിത്തറ ശക്തമായിക്കൊണ്ട് തന്നെ പോരാട്ടം തുടരും എന്നുള്ളതാണ്. ഇന്ന് വിശാലമായി തന്നെ വിവിധ വിഷയങ്ങളിൽ അഖിലേന്ത്യാ സമ്മേളനത്തിൽ ചർച്ചയുണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം. മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം ഇന്ന് സംസാരിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധി അദാനി അംബാനി വിഷയമുയർത്തി കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചു. അതേസമയം RSSന്റെ മുഖപത്രം ഓർഗനൈസർ ഇനി കഴിഞ്ഞ ദിവസം എഴുതിയ ലേഖനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രൈസ്തവരുടെ സ്വത്തിലേക്കായിരിക്കും ഇനിയിപ്പോൾ RSS കടന്നു കയറാൻ പോകുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. വഖഫ് ഭേദഗതി ബിൽ അടക്കമുള്ള കാര്യങ്ങളിൽ വിമർശനം കേന്ദ്ര സർക്കാർ നേരിട്ടു. അതോടൊപ്പം തന്നെ വിദേശ നയം, പ്രത്യേകിച്ച് അമേരിക്ക ഇന്ത്യക്കാരെ വിലങ്ങ് വെച്ച് കൊണ്ടുവന്ന അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ആ വിഷയത്തിലും വിമർശനങ്ങൾ ഉണ്ടായി. പാർലമെന്റിൽ മോദി സർക്കാർ സ്വീകരിച്ച നിലപാടുകളിൽ രൂക്ഷമായ ഭാഷയിലാണ് നേതാക്കളുടെ ഭാഗത്ത് വിമർശനം ഉണ്ടായത്. മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നിപ്പോൾ പല തെരഞ്ഞെടുപ്പുകൾ, പ്രത്യേകിച്ച് മഹാരാഷ്ട്ര അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ അട്ടിമറി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബാലറ്റിലേക്ക് മടങ്ങണം എന്ന ആഹ്വാനം ഇന്നിവിടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ പ്രമേയത്തിൽ ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ സംസാരിച്ചു. തരൂർ വള്ളത്തോളിന്റെ കവിത മലയാളത്തിൽ ചൊല്ലിയതും ഏറെ ശ്രദ്ധ നേടി. എന്താണെങ്കിലും വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം അവസാനിച്ചിരിക്കുന്നത്. 10ഓളം പ്രമേയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെയും അതോടൊപ്പം തന്നെ സർദാർ വല്ലഭായ് പട്ടേലിന്റെയും മണ്ണാണിത്. പക്ഷേ മറുവശത്ത് മോദിയുടെയും അമിത്ഷായുടെയും കൂടി മണ്ണാണ്. അവിടെ ഒരു രാഷ്ട്രീയ സന്ദേശം നൽകുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇത്ര വലിയൊരു സമ്മേളനം നടത്തിയതിലൂടെ കോൺഗ്രസ് ലക്ഷ്യം വെക്കുകയും ചെയ്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മഹാത്മാഗാന്ധി ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായതിന്റെ 100ാം വർഷത്തിലും പട്ടേലിന്റെ 180ാം ജന്മദിനത്തിന്റെ ഭാഗമായിട്ടാണ് ഗുജറാത്തിൽ തന്നെ അഹമ്മദാബാദിൽ തന്നെ ACC ഇത്തവണത്തെ സമ്മേളനം സംഘടിപ്പിച്ചത്. സമ്മേളനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ തീരുമാനം DCCയെ ശാക്തീകരിച്ചുകൊണ്ട് ഒരു തിരിച്ചുവരവൻ ഒരുങ്ങുന്നു ഗുജറാത്തിലടക്കം ഇന്റർനാഷണൽ കോൺഗ്രസ് എന്നുള്ളതാണ്.